ഉത്തരവധക്കേസ് അന്വേഷണം പുസ്തകമായി വായനക്കാരിലേക്ക് എത്തുന്നു. ഒരു മലയാള മാധ്യമമാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മുൻ ഉത്തരാഖണ്ഡ് DGP അലോക് ലാലും മകൻ മനാസ് ലാലും ചേർന്നാണ് ഈ പുസ്തകം എഴുതിയത്. ഫാങ്സ് ഓഫ് ഡെത്ത് എന്ന പേരിലാണ് പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത്. 2020 മെയ് 7 രാവിലെ 8 മണിയോടുകൂടിയാണ് അഞ്ചൽ ഏറം സ്വദേശിയായ ഉത്രയെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സ്വത്ത് തട്ടിയെടുത്ത ശേഷം ഒഴിവാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഭർത്താവ് സൂരജിനുണ്ടായിരുന്നത്. സൂരജ് മൂർഖൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലുകയായിരുന്നു. നിർണായകമായ മൊഴി നൽകിയ പാമ്പ് പിടുത്തക്കാരൻ സുരേഷിനെ മാപ്പുസാക്ഷിയാക്കി. 87 സാക്ഷികളെ 288 രേഖകളും 40 തൊണ്ടി മുതലുകളുമാണ് കേസിലുള്ളത്. പാമ്പ് പിടുത്തക്കാരനായ സുരേഷിന്റെ കയ്യിൽ നിന്നാണ് സൂരജ് മൂർഖനെ വാങ്ങുന്നത്. അതിനു മുൻപ് അടൂർ പറക്കോട്ടുള്ള സൂരജിന്റെ വീട്ടിൽ വെച്ച് അണലിയെ കൊണ്ട് ഉത്രയെ കടുപ്പിച്ചിരുന്നു. അതിന്റെ ചികിത്സയ്ക്ക് ശേഷം ഉത്ര വിശ്രമിക്കുമ്പോഴായിരുന്നു മൂർഖനെ ഉപയോഗിച്ചുള്ള കൊലപാതകം. ഉത്രയെ ജനലിലൂടെ വീട്ടിനുള്ളിൽ കയറിയ മൂർഖൻ കടിച്ചു എന്നായിരുന്നു സൂരജ് പറഞ്ഞത്. വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആദ്യം സംശയമൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ഉത്രയുടെ മരണാനന്തര ചടങ്ങുകളിലെ സൂരജിന്റെ അമിതാഭിനയം ഉത്രയുടെ ബന്ധുക്കളിൽ സംശയമുണ്ടാക്കി. മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് ഉത്രയുടെ സഹോദരൻ അഞ്ചൽ പോലീസിന് മൊഴി നൽകിയിരുന്നു. അന്വേഷണം കാര്യമായി നടന്നില്ല. ഉത്രയ്ക്ക് നൽകിയ സ്വർണവും പണവും കുഞ്ഞിന്റെ പേരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സൂരജ് പ്രകോപിതനായി പിണങ്ങിപ്പോയി. ഇതോടെയാണ് ബന്ധുക്കളുടെ സംശയം കൂടിയത്. 2020 മെയ് 21 ഉത്രയുടെ വീട്ടുകാർ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിൽ പരാതി നൽകുന്നു. തൊട്ടടുത്ത ദിവസം റൂറൽ SP ഹരിശങ്കറിനെയും പരാതിയുമായി സമീപിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണ് എന്ന് കണ്ടെത്തുന്നത്. മെയ് 23 സൂരജിനെയും സുരേഷിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ജൂലൈ 7 പബ്ലിക് പ്രോസിക്യൂട്ടർ G മോഹൻരാജിനെ നിയമിച്ചു. ജൂലൈ 14 തെളിവെടുപ്പ് നടക്കുന്നു. അവിടെ ഉത്രയെ കൊന്നത് താൻ തന്നെയാണ് എന്ന് സൂരജ് പരസ്യമായി കുറ്റസമ്മതം നടത്തി. ഉത്രയെ മൂർഖനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന് ജീവപര്യന്തം തടവ്, ഉത്രയെ അണലി ഉപയോഗിച്ച് നേരത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ജീവപര്യന്തം തടവ്, വിഷവസ്തു ഉപയോഗിച്ചതിന് 10 വർഷം, തെളിവ് നശിപ്പിച്ചത് 7 വർഷം. ഇങ്ങനെ 4 ശിക്ഷകളാണ് കോടതി സൂരജിന് വിധിച്ചത്. ഉത്തരവധക്കേസ് അന്വേഷിച്ച സംഘത്തിലെ 11 പേർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചിരുന്നു. മുൻ റൂറൽ SP ഹരിശങ്കർ അടക്കമുള്ള 11 പേർക്കാണ് ബഹുമതി ലഭിച്ചത്. രാജ്യത്ത് തന്നെ അപൂർവ സംഭവമാണെന്നും കേസ് അന്വേഷണത്തിൽ ഉയർന്ന നിലവാരമാണ് അന്വേഷണ സംഘം പുലർത്തിയത് എന്നുമാണ് ബാഡ്ജ് ഓഫ് ഓണർ പ്രഖ്യാപിച്ചുകൊണ്ട് അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞത്. AC-യുള്ള മുറിയുടെ കതകും ജനാലയും അടച്ചു കിടന്നിട്ട് പാമ്പ് എങ്ങനെ അകത്തു കയറിയെന്ന അന്വേഷണ സംഘത്തിന്റെ സംശയമാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഉത്ര കേസ് തെളിയിച്ചത്. ഉത്രയുടെ അതേ തൂക്കത്തിലുള്ള ഡമ്മി ഉപയോഗിച്ച് കൊലപാതക ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കോടതിയിൽ പുനരാവിഷ്കരിച്ചു. എന്തായാലും കേരളത്തിൽ നടന്ന ഒരു പ്രമാദമായ കൊലക്കേസ്, അതിന് കാരണക്കാരനായത് ഭർത്താവും കൊണ്ടുവന്ന പാമ്പുമാണ്. എന്തായാലും ആ ഒരു കഥ, ആ ഒരു സംഭവം ഇപ്പോൾ പുസ്തക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഉത്തരാഖണ്ഡ്. അതും ഉത്തരാഖണ്ഡിലെ ഒരു മുൻ DGPയും അദ്ദേഹത്തിൻ്റെ മകനുമാണ് ഈ ഒരു ഉദ്യമത്തിന് പിന്നിൽ. എന്തായാലും കേരളത്തിലെ ഒരു കഥ ഇനി ലോകം മുഴുവൻ അറിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ വരവോടെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.